5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നിനക്കെന്താ അത് പറഞ്ഞാല്? പറയാൻ എനിക്ക് സൗകര്യമില്ല. ഇതെന്താ ജയിലോ? ആരും എന്നെ ഭരിക്കൊന്നും വേണ്ട. ഞാൻ ഇവിടെ ആരുടെ അടിമയൊന്നുമല്ല. വൃത്തികേട് കാണിച്ചിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. എനിക്ക് വയ്യാത്തോണ്ടല്ലേ മോളെ നീ എവിടെയും പോകരുതെന്ന് പറയുന്നത്. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം വന്നാൽ പോവാതിരിക്കാൻ പറ്റുമോ? അച്ഛന്റെ കാര്യത്തില് എനിക്ക് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്വം. എടി, നീ ഇറങ്ങിപ്പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഏൽപ്പിച്ച ജോലികളൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? കള്ളിയാ നീ, പേരും കള്ളി. അങ്ങനെയെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാനൊന്നും അല്ല ഞാനിവിടെ നിൽക്കുന്നത്. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഞാനേ നിങ്ങളുടെ ആങ്ങളെ പോലൊരു അഡ്വക്കേറ്റ്. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒന്ന് താഴ്ന്നു തന്നപ്പോ തലക്കരുന്ന് നിരങ്ങുന്നോ? മതിയടി പറഞ്ഞത്. ഞങ്ങളുടെ ഔദാര്യത്തില നീ ഇപ്പൊ ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു ഭരിച്ചാലുണ്ടല്ലോ. ആ, എന്നെ ഭരിച്ചാ ഞാനും ഭരിക്കും. നാടയില്ലല്ലോടി നിനക്ക് ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇവിടെ കിടക്കാൻ. ദേ, അച്ഛനിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതിനുള്ള മറുപടി പറഞ്ഞേനെ. ഒരു പരിധി കൂടുതൽ എന്റെ പേഴ്സണൽ ലൈഫിൽ കയറി ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മഹാമോശമായിരിക്കും. ഞാൻ പറഞ്ഞതല്ലേ വഴക്കിടണ്ടെന്ന്. അപ്പൊ അവളോടൊന്നും ചോദിക്കേണ്ടെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? അതിന് എന്നെ കിട്ടില്ല. വഴക്കല്ല, ഇനി കൊലപാതകം നടത്തേണ്ടി വന്നാലും ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചിരിക്കും. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം. എന്താ? എന്ത് വേണം? അവനോടെ ശരവണനോ? നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. ഇത് ശരവണന്റെ വീടല്ല. അതെനിക്കറിയാം. നീയാണല്ലോ ഇപ്പൊ അവന്റെ കാമുകി. അതാ നിന്നോട് വന്ന് ചോദിച്ചത് അവനിപ്പോ എവിടെ ഉണ്ടെന്ന്. മര്യാദക്ക് പറയുന്നതാ നിനക്ക് നല്ലത്. എന്റെ കാശ് കൊണ്ട് സൂചിച്ച് ജീവിക്കാമെന്ന് ഒരുത്തരും വിചാരിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. തനിക്ക് ശരവണനുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരവണനോട് പോയി ചോദിക്കണം. എന്തിനാ ഇവിടെ വന്നത്? ശരവണനെ തിരക്കി വന്ന എനിക്ക് അവനെ വേണം. മോളോട് മര്യാദക്ക് ഇരിക്കാൻ പറഞ്ഞോണം. ശരവണന് വേണ്ടി സംസാരിച്ചോണ്ടല്ലോ. സംസാരിച്ച നീ എന്ത് ചെയ്യും? വെറുതെ പേടിപ്പിക്കല്ലേ. നിന്നെ പോലെ ഒരുത്തം വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോ പേടിച്ച് മുട്ടുവരയ്ക്കുന്ന പലരും കാണുമായിരിക്കും. ഈ പൊന്നുമണിയെ നീ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. ശരവണനെ അന്വേഷിച്ച് മേലാൽ ഈ പടി ചവിട്ടരുത്. ചവിട്ടിയ നീ എന്ത് വേടി? അവൻ ഏത് പാതാളത്തിൽ പോയി ഓടിച്ചാലും ഞാൻ അന്വേഷിച്ചു വരും. അത് ചോദ്യം ചെയ്യാൻ വന്നാലേ രക്ഷയ്ക്കില്ല ഞാൻ. പുന്നാരമൊക്ക് അവൻ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തെന്നറിഞ്ഞു. ആ സാധനങ്ങളെ എനിക്കൊന്ന് കാണണം. ഇതായിരിക്കുമല്ലോ. ഇത് ശരവണ കാശല്ല, എന്റെ കാശാ. അതുകൊണ്ട് ഇത് എന്റെ സാധനമോ? കത്തിക്കും ഞാൻ. അടുത്തു വരും. വേണ്ട മോളെ. മോളെ ഇതുപോലെ കത്തിക്കവനെ ശരവണനെ കണ്ടു.
പ്രശ്നമുണ്ടല്ലോ. ആ, എന്താ അമ്മേ? മോനെ നീ എവിടെയാ? എന്തു പറ്റി? മോനെ ആ ശരത്തെന്ന് പറഞ്ഞവനെ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ശരത്തോ? പറ്റുമെങ്കിൽ മോൻ ഒന്നിങ്ങോട്ട് വേഗം വാ, അല്ലെങ്കിലേ അവനീ വീട് കത്തിക്കും. അമ്മ പേടിക്കണ്ട, ഞാൻ ദാ എത്തി. എന്തു പറ്റി? കളിച്ചവൻ തറവാട്ടി കയറി കളിക്കാൻ തുടങ്ങി. എന്റെ അമ്മ എന്തെങ്കിലും ചെയ്താ അവന്റെ അന്ത്യം കണ്ടവരാരും ഉണ്ടാവില്ല. ശരത്താണോ ഇപ്പൊ പ്രശ്നം? അതെ. ഷേ, അവൻ എന്തിനാ അവിടെ പോയത്? ശരവണനെ അന്വേഷിച്ചു പോയതായിരിക്കും അല്ലേ? പൊന്നുമണി ഒറ്റൊരാള് കാരണം ഉണ്ടായതാ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവൾക്ക്? ഇപ്പൊ അതൊന്നും പറയാനുള്ള സമയമല്ല. നമുക്ക് എത്രയും വേഗം വീട്ടിലെത്തണം. വാ, കേറ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ? ആരാ വരാൻ പോന്നെ? പോലീസാണോ? ഞാൻ പോലീസിനൊന്നും അല്ല വിളിച്ചത്, എന്റെ മോനെയാ. ഓ, നിരഞ്ജനയോ? അവൻ വന്നിട്ട് എന്ത് ചെയ്യാന്? അത് വരുമ്പോ അറിയാലോ. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി തോന്നിവാസം കാണിക്കാൻ ഏതവനും പറ്റും. നിനക്ക് ചുണയുണ്ടെങ്കിലേ എന്റെ മോൻ വരുമ്പം ഇതുപോലെ ഒന്ന് പെരുമാറി നോക്ക്. നിങ്ങളുടെ മോൻ വന്ന എന്നെ എന്ത് ചെയ്യും? കൊന്നു കളയൂ? എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഈ കൈ കണ്ടോ? ഇത് വെച്ച് ഞാൻ വേണ്ട, എന്തിനാ വെറുതെ? നീ ശരവണ്ണ എനിക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഇനി ഇതുപോലെ പലതും നിനക്ക് നേരിടേണ്ടി വരും. മകനെ പേടിച്ചേ ഓടിപ്പോവാന്ന് വിചാരിക്കണ്ട. മുഖാമുഖത്തിനുള്ള സമയം ഇതല്ല, അത് വരും. പിന്നെ അപ്പൊ ഞാൻ കണ്ടോളാം അവന്. ഓട്ടടി. നിക്കടിയോടെ, നിക്കടിയോടെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടോ ഓരോന്നും സംഭവിക്കുന്നത്? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലേ? ഈ വീട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിലേ അത് നേരിടാനും എനിക്കറിയാം. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റി? അവൻ കിടന്ന് അഴിഞ്ഞാടിയപ്പോ മിണ്ടാതെ നോക്കി നിൽക്കാനല്ലേ നമ്മളെ കൊണ്ട് പറ്റിയുള്ളൂ. ഇവിടെ വന്ന് തോന്നിയാസം കാണിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അവൻ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഞാനത് അവനെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. നീ എന്ത് ചെയ്യാൻ പോവാ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പോവാ. അതൊന്നും വേണ്ട, നിരഞ്ജൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ വന്നിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. എനിക്ക് ഒരു നിരഞ്ജന്റെ സഹായം വേണ്ട.